ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് റമി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാലക്കാട്ടത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന് റൂം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു, കോട്ടയം കൂടെ കറങ്ങിയിട്ട് തിരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിക്കുകയാണ് കേട്ടോ കോട്ട കാണാൻ. കോട്ടയിലൊക്കെ ഒരുപാട് തവണ വന്നതാണ് കേട്ടോ. അന്നൊന്നും നമ്മളെ യൂട്യൂബ് ചാനലില്ലല്ലോ, അപ്പോൾ ഇപ്പോഴല്ലേ വീഡിയോ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കോട്ടയിലോട്ട് എത്തിയിരിക്കുകയാണ്. അതിൽ പതാക കണ്ടിട്ട്, നമ്മുടെ ഫ്ലാഗ് കണ്ടിട്ട് ആദ്യം പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ. പതാക കണ്ടാവും പറയും ഇന്ത്യ ഇന്ത്യ എന്ന് പറയട്ടോ. എന്നിട്ട് അവിടെ പോയി ഇന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ഓടുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്തെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പാലക്കാട് ടൗൺ എത്തിയൊക്കെ തന്നെ, പാലക്കാട് വരുന്ന ടൈമിൽ പാലക്കാട് ടൗൺ എത്തിയപ്പോൾ വലിയൊരു പതാക ഉണ്ട്, വലിയൊരു കൊടി ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അവനിങ്ങനെ ഭയങ്കര പൊലിവ് കിട്ടും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ആഗസ്റ്റ് 15 കഴിഞ്ഞതല്ലേ, അതിൻ്റെ അപ്പത്തെ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. പിന്നെ ഗായ്സ്, എല്ലാ വീഡിയോയിലുള്ള പോലെ തന്നെ അസിനുവിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട്. അവന് ഉറങ്ങൂല, അവന് ഉറക്കം കുറവാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഉറക്കം കുറവാണ്. അപ്പോൾ 2-3 മിനിറ്റ് അവന് ഒന്ന് കണ്ണടക്കുള്ളൂ, അപ്പത്തിന് പിന്നെയും നീക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ സൗണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഫുള്ള് നടന്ന് അങ്ങനെ കാണാൻ കേട്ടോ. ഇക്ക ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഞാനിതിന് മുമ്പും 2-3 തവണ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഈ കോട്ട ഇങ്ങനെ നടന്ന് കാണുക അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ, ഭംഗിയാണ് കേട്ടോ. ആദിക്കും അതേപോലെ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവനിവിടെ വന്നിട്ടില്ലത്, വന്നിട്ടുണ്ട് പക്ഷെ അവൻ ചെറുപ്പത്തിലാണ് വന്നിട്ടുള്ളൂ, അവനക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓനും ഇതിൻ്റെ ഒരു ആദ്യമായിട്ട് വന്ന ഒരു ഇതിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നല്ല ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്ത് പോവുക, നമുക്ക് എന്താ പറയുക, യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്തെന്ന് പറഞ്ഞാൽ പോരെ. ഇക്കാക്കാണെങ്കിലും ഇനിയിപ്പോൾ ആദിക്കാണെങ്കിലും ഇപ്പോൾ അസിനും ആണെങ്കിൽ പോലും, അസിനിപ്പോൾ 8 മാസമായിട്ടുള്ളൂ. എപ്പോൾ ഇപ്പച്ചിനെ കണ്ടാലും ബുവാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. അത് നേരെ പറയും, എപ്പോഴും പറയും. അപ്പോൾ എല്ലാവർക്കും അതൊരു ഇതാണ്. നമ്മൾ അങ്ങനെ ആയിപ്പോയി, പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കി നമ്മൾ പോവും. അങ്ങനെയാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ചിലവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രാന്താണ് തോന്നും. പക്ഷേ എനിക്ക് ശരിക്കും ഇക്കാക്കാണെങ്കിലും അതെ, യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത് കിട്ടും. നമ്മുടെ ടെൻഷന് മാറിക്കിട്ടും, നമ്മൾ ഒരുപാട് ഹാപ്പി ആവും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. ഇക്ക അതേപോലെ തന്നെ. ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബായതുകൊണ്ട് അങ്ങനെ പോണ്. പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ കുറേ നടന്നു കേട്ടോ. നടക്കുക കാരണം ഇനി കുട്ടീനെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങളിങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്ത് കുറച്ച് നേരം എടുക്കുമ്പോഴത്തേനും കുട്ടികളപ്പോൾ കുറേ നേരം നമുക്കിങ്ങനെ എടുത്ത് മടിയിൽ വെച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ എടുത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് നേരമായിട്ട് അങ്ങനെ മാറി എടുത്ത് നടക്കും കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ അങ്ങനെ കുറേ കറങ്ങി നടന്ന് ഞങ്ങൾ ഇതിനെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ കയറിയെടുത്ത് കൂടെ വരാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നിട്ടാ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ടൗണിലല്ല സംഭവം. ഞങ്ങളവിടുന്ന് ബസ് കയറി കുറച്ച് ദൂരം വന്നിട്ടാണ്
റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഷൊർണൂർ വന്ന് ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടിലേക്കും പോയിട്ടാ. ഇതിപ്പോൾ ഷൊർണൂർ എത്തിയ വീഡിയോ ആണ്. ഞങ്ങൾ അവിടുന്ന് പോകുന്ന ഷൊർണൂർ എത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.